സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംസ്ഥാനത്ത് പരക്കെ അക്രമമാണ്. അപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നവകേരള സദസ്സിന്റെ ഫ്ലെക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു. സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂക്ഷമാണ്. പോലീസിന് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും ഒക്കെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. ഇതിപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസിന് പീരങ്കിയെറിയുന്നു. അനുരാഗ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരാഗ്, എന്താണ് അവിടുത്തെ സാഹചര്യം? അനുരാഗ്, കേൾക്കാമോ? അനുരാഗ്, ശരി, അനുരാഗിലേക്ക് വരാം. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. പോലീസിന് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു. പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അനുരാഗ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരാഗ്, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അനുരാഗ്, എന്താണ് അവിടുത്തെ സാഹചര്യം? മാർച്ചിന്റെ തുടക്കം മുതൽ പ്രകോപനം സൃഷ്ടിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് സെക്രട്ടേറിയറ്റിന്റെ മെയിൻ ഗേറ്റിലേക്ക് വന്നത്. ആ വരുന്ന വഴികളിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള എല്ലാ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുൻവശത്തേക്ക് എത്തിയത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗം വി ഡി സതീശന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പോലീസിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വീണ്ടും അക്രമം അഴിച്ചുവിടുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തുടക്കത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആ ഘട്ടത്തിൽ വീണ്ടും പോലീസിന് നേരെ കല്ലും കമ്പും വലിച്ചെറിയുന്ന സാഹചര്യം. പിന്നാലെ ഷൂസുകളും ചെരുപ്പുകളും വലിച്ചെറിയുന്നു. ബാരിക്കേഡ് വലിച്ചെറിയാനും തകർത്ത് സെക്രട്ടേറിയറ്റിനകത്തേക്ക് അതിക്രമിച്ച് കയറാനും ശ്രമം നടത്തുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും പോലീസ് ഇപ്പോഴും സംയമനം പാലിച്ച് നിൽക്കുകയാണ്. എന്തായാലും വലിയ പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രസംഗം തന്നെയാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇനി ഒരിക്കലും ഈ സംയമനം പാലിച്ച് നിൽക്കില്ല, ഇനി അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന കാര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ എല്ലാ ലൈസൻസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന സാഹചര്യം. കാരണം തുടക്കത്തിൽ മുതൽ ഇത്തരത്തിൽ സംയമനം പാലിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞിരുന്നത്. എങ്കിൽ ഇനി മുതൽ അങ്ങനെ വേണ്ട എന്നുള്ള ഒരു ലൈസൻസ് കൂടി ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. അതിന് പിന്നാലെയാണ് ഈ അതിക്രമത്തിലേക്ക് കടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രവർത്തകർ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നു. അത് പോലീസിന് നേരെ വലിയ രീതിയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ അതിക്രമം നടത്തുന്നു. എന്തായാലും പോലീസ് സംയമനം പാലിച്ച് ഇപ്പോഴും തുടരുകയാണ്. പ്രവർത്തകർ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നു, കല്ലും കമ്പും വലിച്ചെറിയുന്നു, ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ പ്രവർത്തകർ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയാണ്. പോലീസ് എന്തായാലും ഇപ്പോൾ സംയമനം പാലിക്കുന്നു. 2 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയാണ്, ഉന്തും തള്ളും നടത്തുന്നു. പോലീസിന് നേരെ വീണ്ടും ചെരുപ്പും കമ്പും ഒക്കെ വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പോലീസുമായി ഇപ്പോൾ ഉന്തും തള്ളും നടക്കുകയാണ്. വ്യാപകമായി കല്ലും ചെരുപ്പുകളും പോലീസിന് നേരെ വലിച്ചെറിയുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. വീണ്ടും ഇത്തരത്തിൽ പോലീസിന് നേരെ വീണ്ടും സംയമനം പാലിക്കുന്ന പോലീസിന് നേരെ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ഒരു ലാത്തി ചാർജ് തന്നെ നടത്തണം അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ.